ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 10 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 93 മണ്ഡലങ്ങളാണ് മൂന്നാം ഘട്ടത്തിലുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാവിലെ വോട്ട് രേഖപ്പെടുത്തി. മൂന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ബി.ജെ.പി. ശക്തി കേന്ദ്രങ്ങളായ സംസ്ഥാനങ്ങളിലാണ്. കേന്ദ്രമന്ത്രിമാരടക്കം മത്സരിക്കുന്ന ഗുജറാത്താണ് ഇതിൽ ശ്രദ്ധേയം. കർണാടകയിലെ 14 മണ്ഡലങ്ങളിലും മഹാരാഷ്ട്രയിൽ 11 മണ്ഡലങ്ങളും അസം, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലെ 4 മണ്ഡലങ്ങളും വിധി എഴുതുന്നു. ഉത്തർപ്രദേശിൽ 10, മധ്യപ്രദേശിൽ 8, ഛത്തീസ്ഗഡിൽ 7, ബീഹാറിൽ 5, ഗോവയിൽ 2 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് തുടരുകയാണ്. ദാദ്ര ആൻഡ് നാഗർ ഹവേലി, ദാമൻ ആൻഡ് ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ 2 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ബി.ജെ.പിയിൽ നിന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ശിവരാജ് സിംഗ് ചൗഹാൻ, ജ്യോതിരാദിത്യ സിന്ധ്യ തുടങ്ങിയവരും സമാജ്വാദി പാർട്ടി നേതാവ് ഡിംപിൾ യാദവ്, കോൺഗ്രസിന്റെ ദിഗ്വിജയ് സിംഗ്, ഗീത ശിവരാജ് കുമാർ തുടങ്ങിയവരാണ് മത്സരരംഗത്തുള്ള പ്രമുഖർ. എൻ.സി.പി. വിഭാഗങ്ങൾ നേരിട്ട് മത്സരിക്കുന്ന മഹാരാഷ്ട്രയിലെ ബാരാമതി സീറ്റും മൂന്നാം ഘട്ടത്തിൽ ശ്രദ്ധ നേടുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. അമിത്ഷാ ജനവിധി തേടുന്ന ഗാന്ധിനഗർ മണ്ഡലത്തിലായിരുന്നു പ്രധാനമന്ത്രിക്ക് വോട്ട്. സമ്മതിദാനാവകാശം വിനിയോഗിക്കാനും ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ പങ്കുചേരാനും മോദി ആഹ്വാനം ചെയ്തു. देशवासियों को विशेष रूप से आग्रह करूंगा कि लोकतंत्र में मतदान एक सामान्य दान नहीं है. हमारे देश में दान का एक महत्व है और उसी भाव से देशवासी ज्यादा से ज्यादा मतदान करें. അവകാശ സംരക്ഷണത്തിനായി കൂട്ടമായി വോട്ട് ചെയ്യണമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. വലിയ പ്രതീക്ഷയോടെയാണ് ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഹിന്ദി ഹൃദയഭൂമിയിലടക്കം ബി.ജെ.പി. വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തി തിരിച്ചു വരാമെന്ന പ്രതീക്ഷയിലാണ് പ്രതിപക്ഷ സഖ്യമുള്ളത്. അതേസമയം ബംഗാളിൽ അക്രമ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തു. മൂർഷിദാബാദിൽ ജംഗിപ്പൂരിലെ പോളിംഗ് ബൂത്തിൽ തൃണമൂൽ ബൂത്ത് പ്രസിഡന്റ് ഗൗതം ഘോഷും ബി.ജെ.പി. സ്ഥാനാർത്ഥി ധനഞ്ജയ് ഘോഷും തമ്മിൽ ഏറ്റുമുട്ടി. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.